സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സന്ദർഭത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമ്മൾ കടന്നു വന്നതായ നിമിഷം മുതൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ളതായ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുവാൻ തക്കൊണ്ടിടയായി. പ്രത്യേകാൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്ന ഒരു ഉപദേശമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന്. ഇതിപ്പോൾ വിളിച്ചറിയിക്കുന്ന ഒരു സത്യം, അപ്പവീഞ്ഞുകൾ ശേഷിച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം ഇതുവരെയും നമ്മുടെ കർത്താവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് വരുവോളം ഇത് ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വന്നതിന് ശേഷം ഇതിലും പങ്കെടുക്കുവാൻ തക്കണം സ്വർഗത്തിലെ കർത്താവ് എനിക്ക് കൃപ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒടുവിലായി ഒരു പാട്ട് പാടുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഭൂമിയിൽ വേറെ ആരുമില്ല. യേശുവേ, അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല എന്ന് ദൈവദാസന്മാർ പാടിക്കേട്ടപ്പോൾ എനിക്ക് വളരെ ഹൃദയത്തിന് സന്തോഷമുണ്ടായി. ഞാൻ എൻ്റെ ഉള്ളത്തിൽ അങ്ങ് ശരീരത്തിൽ രോമാഞ്ചം കൊള്ളുന്നത് പോലെയായി. യേശുവേ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നതായ ദൈവമക്കളുണ്ടെങ്കിൽ കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്തേ. ആ ദൈവത്തെയാണ് സ്തുതിക്കേണ്ടത്. ഹല്ലേലൂയ. മറ്റൊരു നാമമില്ല നമ്മുടെ കർത്താവിനെ പോലെ. എല്ലാ മുഴങ്കാലുകളും അടങ്ങുകയും എല്ലാ നാവുകളും ഏറ്റുപറയും, യേശുവേ, അങ്ങ് മാത്രം കർത്താവ്. ആ കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും തക്കവണ്ണം സാധുക്കളാകുന്ന നമ്മളെ തിരഞ്ഞെടുത്തതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. കാരണം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ലോകസ്ഥാപനത്തിനു മുമ്പ് അവൻ നമ്മെ കണ്ടു. കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ദൈവത്തിനു വേണ്ടി നിലനിർത്തിയിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ അല്പസമയം നമ്മുടെ മുൻപിലുള്ള എനിക്കതിനു വേണ്ടി കർത്താവിൻ്റെ ദാസന് സമയമൊരുക്കിയിരിക്കുകയാണ്. തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ അല്പകാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചു കൊള്ളാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒരത്ഭുതം പ്രതീക്ഷിക്കാത്തതായ ആരും തന്നെ നമ്മുടെ ഇടയിലില്ല. പിന്നെ ആരാണ് അത് അത്ഭുതം ചെയ്തു തരേണ്ടത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. കാരണം അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. തെളിവ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അപ്പോൾ അത്ഭുതമന്ത്രിയായിരിക്കുന്ന നമ്മുടെ ദൈവത്തിന് മാത്രമേ ദൈവമക്കളുടെ ഇടയിൽ അത്ഭുതം ചെയ്ത് കാണിക്കുവാനൊക്കത്തുള്ളൂ. ഇവിടെ യോശുവ തൻ്റെ ജനത്തോട്, തന്നെ ഏൽപ്പിച്ചതായ ജനത്തോട് പറയുന്നതായ ഒരു കാര്യമാണ്. കാരണം ഈ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങാനൊന്നും സമയമില്ലല്ലോ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മുടെ ദൈവത്തിൻ്റെ ദാസൻ പ്രതീക്ഷ പാസ്റ്റർ അല്ലെങ്കിൽ മോശയെക്കുറിച്ച് പറഞ്ഞു, മോശയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് ദൈവം തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ട് ഹല്ലേലൂയ ദൈവം തന്നെ സാക്ഷ്യം പറയുകയാണ്, ഭൂലോകത്തിലൊക്കെയും ഈ മോശയെ പോലെ സൗമ്യനായ ആരുമില്ലെന്നാണ്. അത് ഏറ്റുപറഞ്ഞ് ഞാൻ പറയുവാൻ തുടർന്ന് പോകുവാനല്ല ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ രാത്രി പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം മനുഷ്യനെ വ്യത്യാസപ്പെടുത്തുന്നതായ ഒരു ദൈവമുണ്ട്. നരഭോജികളെ നരശ്രേകികളാക്കുവാൻ, പാപികളെ നിർമ്മലരാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മളേതുള്ളത്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിപ്പാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് ഹല്ലേലൂയ
എഫ്രൈം ഗോത്രത്തിൽ നൂന്റെ മകനായ യോശുവയെ കുറിച്ചാണ്. യോശുവ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷ എന്നുള്ളതാണ്. യഹോവ രക്ഷയാകുന്നു. അതിൻ്റെ മറ്റൊരു പദമാണ് യേശു എന്നുള്ളത്. കാരണം യേശു ക്രിസ്തു അഭിഷക്തനായ രക്ഷകനെന്നാണ് അർത്ഥം. അപ്പോൾ ഈ യോശുവയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എപ്പോഴ്? മോശയ്ക്ക് ശേഷമാണ്. മോശയ്ക്ക് ശേഷം ജനത്തെ നയിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്തതാണ് യോശുവ എന്ന് കാണുന്നു. യോശുവയെ പറ്റി നമ്മൾ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഏതാണ്ട് 110 വയസ്സ് വരെ ജീവിപ്പാനിടയായി ദൈവത്തിനോട് ചേർന്ന് നടന്ന്. നമ്മൾ വചനം വായിക്കുമ്പോൾ അറിയാം, കാലേബും യോശുവയും ഈ ദൈവത്തോട് പൂർണ്ണമായി പറ്റിയിരുന്നു എന്നാണ്. ദൈവത്തിൻ്റെ പൈതലുകൾ ഓർക്കണം, ആരവനോട് ദൈവത്തോട് പറ്റിയിരിക്കുന്നോ അവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം ലഭിക്കുമെന്നറിയാം. ഇവിടെ അത്ഭുതം എന്താണ് നടക്കണമെന്ന് ചോദിച്ചാൽ, മോശ വിട്ടേച്ചു പോയതായ ജനം, ആ ജനത്തെ വാഗ്ദത്ത നാട്ടിലെത്തിക്കേണ്ടത് ആവശ്യമാണ്. അതിന് നിയോഗിക്കപ്പെട്ടവനാണ് യോശുവ. പക്ഷേ പ്രശ്നം ഇതാണ്, അവർ വന്നു നിൽക്കുന്നത് യോർദാന്റെ തീരത്താണ്. ഈ യോർദാനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ കൊയ്ത്ത് കാലത്തൊക്കെയും കരകവിഞ്ഞൊഴുകും എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് പോലും കരകവിഞ്ഞൊഴുകുന്നതായ ഒരു നദിയാണിത്. ഈ നദിയെപ്പറ്റി പറയുമ്പോൾ പലസ്തീനിലെ ഏക നദിയാണ്. ഏതാണ്ട് 97 കിലോമീറ്റർ അതിന് നീളമുണ്ട്. ഒരു ഫർലോങ് വീതിയുണ്ട്. ഇത് വളഞ്ഞു പുളഞ്ഞു പോകുന്നതായ ഒരു നദിയാണ്. അങ്ങനെ വളഞ്ഞു പോകുമ്പോൾ ഏതാണ്ട് 200 മൈൽ നീളമുണ്ട് എന്നാണ് കാണുന്നത്. ഇതിൻ്റെ തീരങ്ങളിൽ ഇരുകരകളിലും വലിയ നിബിഡമായ കാടുകളാണ്. ഇവിടെ വന്യജീവികൾ പാർക്കുന്നതാണ്. സിംഹംപുലി മുതലായ വന്യജീവികൾ പാർക്കുന്നതാണ്. പേടിപ്പെടുത്തുന്നതായ അന്തരീക്ഷമാണ് ഈ യോർദാന്റെ കരയെന്ന് പറയുന്നത്. എന്നാൽ ഈ ജനത്തെയും കൊണ്ട് അക്കരെ കടക്കണം. അവിടം വരെ മോശ എത്തിച്ചു കൊടുത്തു. പക്ഷെ തുടർന്നുള്ളതായ ശുശ്രൂഷ യോശുവയ്ക്കുള്ളതാണ്. അപ്പോൾ ഈ കരകവിഞ്ഞൊഴുകുന്നതാ, ഇരുഭാഗവും കരകവിഞ്ഞൊഴുകയാണ്. പക്ഷെ ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു ഈ അക്കരയ്ക്ക് കിടക്കാൻ. പക്ഷെ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇന്നാണെങ്കിൽ കരയും ആകാശവും താണ്ടി എവിടെ വേണേലും പോകാം. പക്ഷെ അന്നത് സാധിക്കത്തില്ലായിരുന്നു. അന്ന് ഇതിൽ കൂടെ മാത്രമേ പോകാനൊക്കത്തുള്ളൂ. ഏതാണ്ട് 10-25 ലക്ഷം ഇസ്രായേൽ മക്കളെ കൊണ്ട് വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു മാർഗം വേണമല്ലോ അക്കരെ കടക്കാൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന യോശുവയ്ക്കുണ്ടോണ്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ജനത്തോട് നീ പറയുക, അവരെ തന്നെ ശുദ്ധീകരിപ്പാൻ. എങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുള്ളൂ. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ യോർദാന്റെ കരയിൽ വന്നപ്പോൾ എന്താണ് ഈ ശുദ്ധീകരണം ഒരു പ്രക്രിയ നടത്തണമെന്ന് യോശുവ വിളിച്ചു പറഞ്ഞത്. ഞാൻ ചിന്തിച്ചു, പുറപ്പാട് പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി, മോശ ഈ ജനത്തെയും കൊണ്ട് ചെങ്കടലിൻ്റെ തീരത്ത് വന്നു. പക്ഷെ അന്നൊന്നും ഒരു വ്യവസ്ഥ പറഞ്ഞില്ല. ചെങ്കടലിൽ കൂടെ കടന്നു പോകേണ്ടതിന് ജനത്തോടൊരു വ്യവസ്ഥ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് പറയാം. അന്ന് ഈ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വല്ലവിധേനയും വാഗ്ദത്ത നാട്ടിലേക്ക് എത്തണമെന്നുള്ളതായ ആഗ്രഹമായിരുന്നു. അന്നവർക്ക് പെരുവെറുപ്പില്ല, മത്സര മനോഭാവമില്ല, മറ്റ് ശണ്ടയില്ല. അല്ല, ഒരു വിധത്തിലുള്ളതായ അശുദ്ധിയും അവരിലില്ലായിരുന്നത് കൊണ്ട് അവിടെ മോശ പറയേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാൻ.
പക്ഷേ കാലക്രമത്തിൽ ഈ ജനം ഹല്ലേലൂയ അശുദ്ധിയുടെ മാനദണ്ഡം ചുമക്കുന്നവരായി മാറി. പിറുപിറുപ്പ്, ഹല്ലേലൂയ, മത്സര മനോഭാവം, തങ്ങളെ നടത്തിക്കൊണ്ടുവരുന്നവനെ കല്ലെറിയുന്നതായ അനുഭവങ്ങൾ, ഇങ്ങനെ അവരിൽ അശുദ്ധമായത് മാത്രമാണ് കാണുവാനിടയായത്. ഈ അശുദ്ധമായ ജനത്തെ എങ്ങനെയാണ് വിശുദ്ധനായ ദൈവത്തിൻ്റെ വാഗ്ദത്ത നാട്ടിലെത്തിക്കാൻ ഒക്കുന്നത്? അങ്ങനെ വന്നപ്പോൾ ഈ അശുദ്ധ ജനത്തെ എത്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം യോശുവ പറയുകയാണ്, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചാൽ നാളെ അതിശയം കാണും. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് തിരുമേശ ഇവിടെ ഉണ്ടല്ലോ. ഹല്ലേലൂയ, അതിനെക്കുറിച്ചൊക്കെ വായിക്കുവാനിടയായി. ഹല്ലേലൂയ, ഇതിൽ സംബന്ധിച്ചവരുണ്ട്, സംബന്ധിക്കാത്തവരുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, വാഗ്ദത്ത നാട്ടിലെത്തണമെങ്കിൽ, ഹല്ലേലൂയ, വാഗ്ദത്ത നാട്ടിൽ നമ്മുടെ കർത്താവായ ദൈവത്തോടുകൂടെ പാർക്കണമെങ്കിൽ, വസിക്കണമെങ്കിൽ, ഹല്ലേലൂയ, എന്തു വേണം? ശുദ്ധീകരണം വേണം. ഹല്ലേലൂയ, ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ ഒക്കുകയില്ല. എങ്ങനെയാണ് നമുക്ക് ശുദ്ധീകരിക്കാൻ ഒക്കുന്നത്? നമ്മെ തന്നെ എങ്ങനെ ശുദ്ധീകരിക്കാൻ ഒക്കും? ഈ ലോകത്തിലെ വിലപിടിപ്പുള്ളതായ ഹല്ലേലൂയ സോപ്പ് കൊണ്ടോ, ഹല്ലേലൂയ ക്രീമുകൾ ഉപയോഗിച്ചോ, മറ്റെന്തെങ്കിലും കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കാൻ നോക്കുമോ? ഇല്ല. അത് ഭാഗ്യമായ ശരീരത്തെ അല്പനേരത്തേക്ക് ശുദ്ധീകരിക്കാനൊക്കത്തുള്ളൂ. എന്നാൽ ഹല്ലേലൂയ അത് നീണ്ടു നിൽക്കത്തില്ല. ഞാനിവിടെ നിന്ന് പ്രസംഗിച്ചു, വേർത്തു കുളിച്ചു, ഈ തരുണത്തിൽ ചെന്നാൽ വീണ്ടും ഒന്നുകൂടി കുളിക്കേണ്ടി വരും. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ദൈവം മുൻപാകെ നിൽക്കേണ്ടതിനാണ്. അതിനൊരു മാർഗം പറയാം. ഈ ലോകത്തിലെ ഒന്നും കൊണ്ടും ഹല്ലേലൂയ നമ്മളെ ശുദ്ധീകരിക്കാനൊക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് ശുദ്ധീകരിക്കാനൊക്കുന്നത്? നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കുഞ്ഞുങ്ങളൊന്നും അടങ്ങരുത്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അവൻ്റെ പുത്രൻ എന്ന് പറയുന്നത് ആരുടെ? ദൈവത്തിൻ്റെ പുത്രനായ അവൻ്റെ ആ പുത്രൻ്റെ പേരെന്താ? നസറേയനായ യേശു. ഹല്ലേലൂയ, യേശുവിൻ്റെ രക്തം കൂടാതെ ആർക്കും ശുദ്ധീകരണം പ്രാപിപ്പാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരിക്കൽ മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡ്, മല്ലപ്പള്ളി അറിയാമല്ലോ നിങ്ങൾക്കല്ല, മല്ലപ്പള്ളി സ്ഥലം. ഹല്ലേലൂയ, അവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട്. ബസ് സ്റ്റാൻഡിന് തിങ്ങി നിറഞ്ഞ ആൾക്കാരും ഒരുപാട് ബസ്സുകളിൽ കയറും. ഒരു ബസ്സിൽ, ഓരോരോ ബസ്സിലും ഹല്ലേലൂയ കച്ചവടക്കാർ കയറാറുണ്ട്. കച്ചവടക്കാർ സെറ്റീപ്പന്, ഹല്ലേലൂയ വായുഗുളിക, ഹല്ലേലൂയ ചീപ്പ്, സോപ്പ്, ഇങ്ങനെയൊക്കെ ഉള്ളതായ ഒരു ആൾക്കാർ കയറും കച്ചവടം നടത്താൻ. അപ്പോൾ ഒരു ബസ്സിൽ ഹല്ലേലൂയ ഒരു മനുഷ്യൻ കയറി വന്നിട്ട് പറഞ്ഞു, സർവ കറകളും നീക്കാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അദ്ദേഹം പരസ്യം ചെയ്യുക. മുന്നപ്പോരിക്കുക ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് ജനത്തെ നോക്കി പറയുക, ഹല്ലേലൂയ കറകൾ നീക്കാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ടെന്ന്. ഹല്ലേലൂയ, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാധുവാകുന്ന ദൈവത്തിൻ്റെ ദാസൻ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ ഇരിക്കുക. ആ സീറ്റിലിരുന്നു കൊണ്ട് ഈ പറഞ്ഞ മനുഷ്യനോട് ചോദിക്കുകയാണ്, സർവകരങ്ങളും പോക്കാൻ മരുന്നുണ്ടോ എന്ന്. ഹല്ലേലൂയ, പറഞ്ഞുണ്ട്. എന്നാൽ എൻ്റെ പാപക്കറ നീക്കാൻ നിങ്ങളുടെ കയ്യിൽ മരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് മാത്രം എൻ്റെ കയ്യിലില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൈവദാസൻ പറയുകയാണ്, അതെൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, എല്ലാവരും നോക്കുകയാണ്. പാപക്കറ നീക്കുവാനുള്ള മരുന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ നിന്ന് ഈ വിശുദ്ധ വേദപുസ്തകം ഒന്ന് പൊക്കി പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഹല്ലേലൂയ, നസറേയനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്നാണ്. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, യേശുവിനെ കൂടാതെ
യേശുക്രിസ്തുവിൻ്റെ രക്തം കൂടാതെ നമുക്ക് അക്കരെ പോകാൻ ഒക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഹല്ലേലൂയ യോശുവ പറയുകയാണ് അക്കരെ കടക്കണം. എന്താ ചെയ്യുന്നത്? വ്യവസ്ഥ പറഞ്ഞ് ശുദ്ധീകരിക്കണം. രണ്ടാമത്തെ വ്യവസ്ഥ ഹല്ലേലൂയ പുരോഹിതന്മാർ പെട്ടവുമായി ആ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഹല്ലേലൂയ അത്ഭുതം നടക്കും. ഹല്ലേലൂയ അങ്ങനെ ജനമെല്ലാം തങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ യോശുവ പറഞ്ഞ സമയത്ത് പെട്ടവുമായി പുരോഹിതന്മാർ കടന്നു പോയി ചെല്ലുകയാണ്. ഹല്ലേലൂയ ആ വെള്ളത്തിലേക്ക് ഹല്ലേലൂയ അവരുടെ കാൽപാദങ്ങൾ ഊന്നിയപ്പോൾ ഹല്ലേലൂയ ആ വെള്ളം രണ്ടായി പിളർന്നു. ഒരു ഭാഗം ചിറ പോലെ നിൽക്കുകയും താഴേക്കൊടുകിയതായ മറുഭാഗം ചാവുകടലിലേക്ക് പോയി വീഴുകയും ഉണ്ടായി. ദൈവത്തിൻ്റെ പൈതലേ, ഉണങ്ങിയ നിലത്തൂടെ അവർ അക്കരെ കടക്കാനിടയായത് തങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ഒന്ന് ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ ഒന്ന് ശുദ്ധീകരണം പ്രാപിച്ചിട്ട് ഹല്ലേലൂയ അക്കരെ എത്തിയത്. ദൈവമക്കൾ ഓർക്കേണ്ടത് ഈ ദൈവത്തിൻ്റെ വചനങ്ങളിൽ വായിക്കുമ്പോൾ അതങ്ങനെ തന്നെയൊന്നൊന്ന് ശ്രദ്ധിക്കണം. അല്ലെ, വീട്ടിൽ പോയൊന്ന് വായിക്കണം. ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി, എല്ലാ ദൈവദാസന്മാരും ഈ വേദോത്സവം എടുത്താൽ അബ്രഹാം മുതൽ ഹല്ലേലൂയ അവസാനത്തെ പുസ്തകം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ്റെ വരെ ചരിത്രങ്ങളാണ് എടുത്തു പറയുന്നത്. ഞാനും അങ്ങനെ യോശുവ കൂട്ടത്തിലുള്ള അനേക വിശുദ്ധന്മാരുടെ ഹല്ലേലൂയ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഒരു സന്ദേശം വന്നു വിട്ടു. എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ നീ പറയുന്നതായ ഇവരുണ്ടല്ലോ, അവർ ദൈവത്തോട് കൂടെ നടന്നവരാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തവരാണ്, ദൈവത്തിൻ്റെ വാക്കുകൾ പ്രമാണിച്ചവരാണ്. അതുകൊണ്ട് അവർ എന്നും ഘോഷിക്കപ്പെടുമെന്നാണ്. ഭൂലോകമുള്ള കാലം വരെയും ഇവരുടെ പേർ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. ഇവർ ദൈവസന്നിധിയിലും ഹല്ലേലൂയ അന്ന് ജീവിച്ചതായ ജനത്തിൻ്റെ മുമ്പിലും മാതൃകയുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ ഉദ്ധരിച്ച് ഹല്ലേലൂയ വചനം സംസാരിക്കുന്നത്. ഓരോരുത്തരെ കുറിച്ച് ഞാനിപ്പോൾ യോശുവയെ കുറിച്ച് പറയുന്നത് 10-20 മിനിറ്റ്. പ്രതീക്ഷ പാസ്റ്ററെ കൊടുത്ത വേറൊരു സന്ദേശം പറയും, ശ്യാം പാസ്റ്ററെ കുറിച്ച് കൊടുത്ത വേറൊരു സന്ദേശം ഇതേ വാക്യത്തിൽ നിന്ന് പറയും. കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ ഈ വചനം ഹല്ലേലൂയ ജീവനും ചൈതന്യമുള്ളതാണ്. ജീവനും ചൈതന്യമുള്ളതായ ഈ ദൈവത്തിൻ്റെ വചനം ഘോഷിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരെയും ആക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ആ സന്ദേശം എനിക്ക് അനുഗ്രഹമാകുന്നു എന്ന്. അപ്പോൾ ദൈവമക്കൾ ചെയ്യേണ്ടതായ കാര്യം നിങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന കുടുംബപരമായൊക്കെ ജീവിക്കുന്നവരാ. സ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, അല്ലേ? സ്വല്പമൊക്കെ ഈർഷ്യയും പിണക്കവും ജാരശങ്കയും കോപവും ക്രോധവും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതില്ലാത്തവരാരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഹല്ലേലൂയ. കാരണം പല കാര്യങ്ങളും ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വായിക്കാൻ നേരമില്ലല്ലോ. 15 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആ വക കാര്യങ്ങൾ അതിൽ പലതും നമുക്കില്ല, പക്ഷേ ചിലതൊക്കെ നമുക്കുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവസാനം പറയുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഒന്നാമത്തേത് കോപം, രണ്ടാമത്തേത് ക്രോധം, മൂന്നാമത്തേത് ഈർഷ്യ, നാലാമത്തേത് പിണക്കം. ഇങ്ങനെ തുടങ്ങി 15 കൂട്ടം ഒന്നാം തരം കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടതാണ്, ഹല്ലേലൂയ, സ്നാനപ്പെട്ടതാണ്, തിരുവേഴ്ചയിൽ നിന്ന് പങ്കുകൊണ്ടവരാണ്, ഇതിലേതെങ്കിലും ഉണ്ടോ കയ്യിൽ? ഉണ്ടെങ്കിൽ പോകത്തില്ല. കർത്താവ് പറയുന്നു, ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്നാണ്. ദൈവത്തിൻ്റെ പൈതലേ, അതുകൊണ്ട് ലഭിക്കുന്നതായ സമയം
കർത്താവിന് വേണ്ടി ചിലവിടുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് 14-ാം അധ്യായം വായിക്കുമ്പോൾ കുഷ്ഠരോഗ ശുദ്ധീകരണത്തെക്കുറിച്ച് കാണുന്നു. കുഷ്ഠരോഗ ശുദ്ധീകരണം. ഹല്ലേലൂയ. ഒരു കുഷ്ഠരോഗം ബാധിച്ചവനെ പാളയത്തിനുള്ളിൽ കയറ്റത്തില്ല, പാളയത്തിന് പുറത്താണ്. ആ പുറത്ത് കിടക്കുന്ന സമയം അവൻ ശുദ്ധരായാൽ, കുഷ്ഠരോഗം മാറിയെന്ന് തോന്നിയാൽ അന്നുള്ള പുരോഹിതൻ ആ പുരോഹിതന്റെ അടുത്തേക്ക് ഇവൻ വരണം. ഇവനെ ശുദ്ധനാണോ എന്നറിയുവാൻ ഇവനെ ശുദ്ധീകരിച്ചേ മതിയാകുകയുള്ളൂ. അതിനെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ ഞാൻ 1-2 വാക്യങ്ങൾ വേഗം വായിക്കാം. ഈ കുഷ്ഠരോഗം എന്ന് പറയുന്ന ഒരു പാപത്തിൻ്റെ അവസ്ഥയാണ്. ഹല്ലേലൂയ. അന്ന് കുഷ്ഠരോഗം ഹല്ലേലൂയ പാപത്തിൻ്റെ അവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ പാപം കുഷ്ഠരോഗത്തിന് സമമാണെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. ഞാനിവിടെ വായിച്ച വേഗം അവസാനിപ്പിക്കാം. ഒരു കുഷ്ഠരോഗിയെ പുരോഹിതൻ പാളയത്തിന് പുറത്ത് ചെല്ലണം. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായി എന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിയാനുള്ളവനു വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുക കൽപ്പിക്കണം. പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിന്മീതെ അറുപ്പാൻ കൽപ്പിക്കണം. ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവയെ അവൻ എടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയെയും ഉറവ് വെള്ളത്തിന്മേൽ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി ശുദ്ധീകരണം വരുത്തണം. എല്ലോ മനസ്സിലായോ? പണ്ട് ഹല്ലേലൂയ ന്യായപ്രമാണ കാലത്ത് ഒരു കുഷ്ഠരോഗിയെ ശുദ്ധീകരിച്ച് അകത്ത് പാളയത്തിനുള്ളിൽ കയറ്റുന്ന വിവരം പറയുന്നു. ഹല്ലേലൂയ. പാളയത്തിന് പുറത്ത് കിടക്കുക, അത് സുഖമായെന്ന് തോന്നിയാലും കയറ്റി അകത്തോണ്ട് വിടത്തില്ല. ഹല്ലേലൂയ. അവരെ ശുദ്ധീകരണം ചെയ്തേ വിടത്തുള്ളൂ. അതിനുള്ള ചില മാർഗങ്ങളാണ് അവിടെ പറഞ്ഞു. 2 ജീവനുള്ള പക്ഷിയെ എടുക്കണം. പിന്നെ അതിനു കൂടെ ദേവദാരു, ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവ എടുക്കണം. അതിൽ അവിടെ ഒരു കലത്തിൽ ഉറവ് വെള്ളം പകർന്നു വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ ശുദ്ധിയുള്ള ഉറവ് ഉള്ളിടത്തെ വെള്ളം അതിനകത്ത് നിറച്ചു വെച്ചിരിക്കുക. അതിൻ്റെ പുറത്ത് വെച്ച് ഹല്ലേലൂയ ജീവനുള്ള 2 പക്ഷികളിൽ ഒന്നിനെ അറക്കും. ആ രക്തം അതിനകത്ത് ഒഴിക്കും. അതൊന്ന് കലക്കി അതാകമാനെ ഒന്ന് ഇളക്കും. ഇളക്കിയതിന് ശേഷം ജീവനുള്ള ബാക്കി 1 പക്ഷിയുണ്ടല്ലോ, അതിനെയും ദേവദാരു, ചുവപ്പ് നൂൽ, ഈസോപ്പ് എന്നിവയുമായി ആ രക്തം കലർന്ന വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ജീവനുള്ള പക്ഷിയെ പുറത്തേക്ക് വിടുക. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ഇന്ത്യക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ കാൽവരിയിൽ ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തം ചിന്തിയതിനെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ യേശു കാൽവരിയിൽ പരമയാഗമായി തീർന്നു. ആ രക്തത്താൽ കഴുകപ്പെടുന്നത് ആരാണെന്നറിയാമോ? നാം ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രൂശിൽ മരിച്ചു. അത് നിമിത്തം നാം വിടുവിക്കപ്പെടുന്നു എന്ന് കാണുകയാണ്. ഒരുവൻ മരിച്ചപ്പോൾ ഹല്ലേലൂയ അവന് രക്തത്തിൻ്റെ വിലയായി നമുക്ക് പാപത്തിൻ്റെ മോചനം ലഭിച്ചു എന്ന് കാണുവാനിടയായി. അതുകൊണ്ട് എൻ്റെ വാത്സല്യ ദൈവത്തിൻ്റെ പൈതങ്ങളെ ഓർക്കുക, നമ്മുടെ കർത്താവ് മാത്രമേ ഹല്ലേലൂയ നമ്മുടെ പാപത്തിൻ്റെ കരകൾ നീക്കിക്കരുവാൻ കഴിയുള്ളൂ. നമ്മുടെ കർത്താവിനെ കുറിച്ച് എന്തെല്ലാം പറയുന്നതെന്നറിയോ? യെശയ്യാവിന്റെ പുസ്തകം 59 നമ്മൾ വായിക്കുന്നപ്പോൾ അറിയാം. ഹല്ലേലൂയ. സ്വർഗീയ സൈന്യം അല്ലെ കെരൂബുകൾ നിന്നുകൊണ്ട് പാടുകയാണ്. ഹല്ലേലൂയ. 6 ചിറകുണ്ട്, 2 കൊണ്ട് പാദം മൂടും, 2 കൊണ്ട് മുഖം മൂടും, 2 കൊണ്ട് പറന്നു നിന്നുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ എങ്ങനെയാണ് ആരാധിക്കുന്നതെന്നറിയാമോ?
സൈന്യങ്ങളുടെ യഹോവേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ വന്നാൽ ഉറങ്ങിയും മയങ്ങിയും ഇരിക്കരുത്. ദൈവത്തിൻ്റെ പൈതലേ, ഉറങ്ങിയും മയങ്ങിയും ഇരിക്കരുത്. ദൈവദാസന്മാർ ശക്തമായ പാട്ടുകൾ പാടും. ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളെ തരും. ഹല്ലേലൂയ. അത് ഏറ്റെടുക്കുവാനുള്ളതായ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മെ ആരാധനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ മുൻപ് ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ ആരാധനയ്ക്ക് വരുമ്പോൾ പരിസരം മറക്കണം, നമ്മെ തന്നെ മറക്കണം. ക്രിസ്തുവാകുന്ന ഏക കേന്ദ്ര ബന്ധുവിൽ നാം നോക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമാകുന്ന നല്ലവനാകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് അവൻ ആരാധിക്കുന്നുവെങ്കിൽ ആരാധന അനുഗ്രഹമായി തീരും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത് ഒരു ശുദ്ധീകരണമാണ്. ഇവിടെ യോശുവ ഹല്ലേലൂയ കൽപ്പിച്ചതനുസരിച്ച് അവർ ശുദ്ധീകരണം നടത്തി. എന്താ സംഭവിച്ചത്? ജനം രണ്ടായി മാറി, ജനം അക്കരെ എത്തി. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ ദേശത്ത് ഈ ഭൂമിയിൽ പാർക്കുന്ന നമ്മൾ ഹല്ലേലൂയ അക്കരെ നാട്ടിലെത്തേണ്ടവരാണ്. ഒരു വാഗ്ദത്ത നാട് നമുക്കുണ്ട്. നമ്മുടെ ദേശം ഇവിടെയല്ല, നമ്മുടെ ദേശം ഇവിടെയല്ല, നമ്മൾ അന്യരും പരദേശികളുമാണ്. എൻ്റെ ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങൾ അയർലൻഡിൽ വന്നിരിക്കുന്നു, ഞാൻ ഹല്ലേലൂയ കേരളക്കരയിൽ പാർക്കുന്നു. ഒന്നും നമുക്ക് അവകാശപ്പെടുവാനില്ല. എത്ര നാൾ ഇവിടെ ജീവിക്കുമെന്നറിയത്തില്ല, എത്ര നാൾ ഇവിടെ അവകാശം പ്രാപിപ്പാൻ ഒക്കുമെന്ന് നമുക്കറിയത്തില്ല. കാരണം ദൈവമക്കളാകുന്ന നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ്റെ പേര് ഹല്ലേലൂയ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവർക്ക് ഇവിടെയല്ല, ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാണ്. ഹല്ലേലൂയ. ദാവീദ് പറയുന്നത്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ ഹല്ലേലൂയ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. ദൈവദാസന്മാരൊക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവദാസന്മാരൊക്കെ നല്ല ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അന്നും ഇന്നും നമുക്ക് കൊള്ളാകുന്ന ഉപദേശം ഈ 31,173 വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, അതുകൊണ്ട് ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഒന്ന് കാര്യം ഒന്നിൻ്റെ പരാതി പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഇരിപ്പുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാരാധിക്കണം. ഹല്ലേലൂയ. ആരാധനയല്ലാതെ മറ്റൊന്നും കൊണ്ട് നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. പണ്ടൊരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദാസന്മാർ ഇവിടെ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഹല്ലേലൂയ നേർച്ച കാഴ്ചകൾ കൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കാനൊക്കെ ഒക്കത്തില്ല. കാരണം ഹല്ലേലൂയ ആട് കാള ഇങ്ങനെയുള്ളതൊക്കെ കൊടുത്താൽ കർത്താവ് പ്രസാദിക്കും. 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഇല്ല, ഒന്നും പ്രസാദിക്കത്തില്ല. കാരണം എന്താണെന്നറിയാം, ഇതെല്ലാം കർത്താവിന് വകയാണ്. കാളയെ കൊടുക്കണോ, ആടിനെ കൊടുക്കണോ, പക്ഷിയെ കൊടുക്കണോ, മത്സ്യത്തെ കൊടുക്കണോ? ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് ഇതൊന്നും എനിക്ക് വേണ്ട. കാട്ടിലെ അസംഖ്യം ജന്തുക്കൾ എൻ്റേതാണ്. നിങ്ങൾ വാനത്തിലേക്ക് നോക്കിക്കേ, ഒരല്ലലും അലച്ചിലും ഇല്ലാതെ പാറിപ്പറക്കുന്ന പക്ഷികളെ നോക്കിക്കേ, അതെൻ്റേതാണ്, അതെൻ്റേതാണ്. ഭൂമിയിലെ ആടുമാടുകളെല്ലാം എൻ്റേതാണ്. പിന്നെ നിങ്ങൾ അതിൽ നിന്നൊന്നെടുത്തിട്ട് എനിക്ക് തന്ന് പ്രസാദിപ്പിക്കാൻ നോക്കണ്ട. പിന്നെ എന്താ ചെയ്യേണ്ടത്? സ്തോത്രയാഗങ്ങൾ. എൻ്റെ ദൈവത്തിൻ്റെ പൈതങ്ങളെ, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ ചുരുക്കം സമയം എന്ത് ചെയ്യണമെന്നറിയാമോ? കർത്താവിന് വേണ്ടി ജീവിക്കാം. കർത്താവിന് വേണ്ടി ജീവിക്കാം. വേറെ ആർക്കും വേണ്ടി ജീവിക്കണ്ട. നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കാം. ഹല്ലേലൂയ. ഒരു ദിവസം കാഹളം ധ്വനിക്കും. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയൂ. ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയും, ഇനിയും ദൈവദാസൻ നന്നാലും പറയും ഇത് തന്നെ. കാരണം കാഹളം ധ്വനി. എൻ്റെ ഉദ്ദേശം ഈ ഭൂമിയിലെ ഭൗതികം ഒക്കെ വേണമെന്ന് പറഞ്ഞാലും അതിലായിരിക്കരുത് നമ്മുടെ ശ്രദ്ധ.
അത് തന്നോളും കർത്താവ്. നിന്നെ ഉരുവാക്കിയവൻ തരും. അതിന് ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ആദിയിൽ ദൈവം ആകാശം ഭൂമി ഉണ്ടാക്കി. ആകാശം ഭൂമി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവിടെ സകല ഇന്നുള്ളതെല്ലാം അന്നും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അല്ല, മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമല്ല. ഹല്ലേലൂയ. ഭൂമിയിലുള്ളതായ സകലതും സൃഷ്ടിച്ചത് ഹല്ലേലൂയ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമല്ല, അതിനു മുൻപേ ദൈവം സൃഷ്ടിച്ചതാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിനക്കായി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മെ തന്നെ ഒരുക്കാം. ഹല്ലേലൂയ. ദൈവമക്കളെ, വിശ്വാസികളെ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവരെ, നിങ്ങളെ തന്നെ, നിങ്ങളെന്നല്ല പറഞ്ഞ നമ്മളെ തന്നെ ഈ നല്ലവനാകുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഒറ്റ കാര്യം കൂടെ എബ്രായ ലേഖനത്തിലെ ഹല്ലേലൂയ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കാം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. ദൈവത്തെ കാണാൻ ആഗ്രഹമുള്ളവരാണോ ഇവിടെ ഇരിക്കുന്നത് എങ്കിൽ ജീവിത വിശുദ്ധി ആവശ്യമാണ്. അതുകൊണ്ട് യോശുവ അക്കരെ ഈ ജനത്തെ എത്തിച്ചത് വിശുദ്ധി പ്രാപിച്ചതിന് ശേഷം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വിശുദ്ധി പ്രാപിച്ച് അക്കരെ നാട്ടിലെത്തുവാൻ നമ്മെ തന്നെ ഒരുക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെ അനുഗ്രഹിക്കട്ടെ.